വെൽക്കം ടു മൂവി ബ്രാൻഡ്. ഒരു കാലത്ത് തെന്നിന്ത്യയിലാകെ നിറഞ്ഞു നിന്നിരുന്ന താരമാണ് മോഹിനി. അന്ന് താരം ഉണ്ടാക്കിയ ആരാധക വൃന്ദം ചെറുതല്ല. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം നിരവധി ഹിറ്റ് സിനിമകളിൽ മോഹിനി അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടുകാരിയായ മോഹിനി ഇന്ന് സിനിമയിൽ നിന്നെല്ലാം മാറി കുടുംബജീവിതത്തിന് ശ്രദ്ധ നൽകുകയാണ്. ഇപ്പോഴത്തെ സിനിമാ രംഗത്ത് നിന്നുള്ള ഓർമ്മ പങ്കുവയ്ക്കുകയാണ് മോഹിനി. ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത്. സിനിമാ രംഗത്ത് തനിക്ക് പ്രണയങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് മോഹിനി പറയുന്നത്. ഒപ്പം അഭിനയിച്ച 2-3 ഹീറോകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്നേക്കാൾ 25 വയസ്സോളം പ്രായമുള്ളവരാണ്. സിനിമയിൽ അഭിനയിച്ചില്ലായിരുന്നുവെങ്കിൽ അവരെ ഞാൻ അങ്കിൾ എന്നാണ് വിളിക്കുക. തെലുങ്കിൽ ഒരു ഹീറോ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. എന്റെ അച്ഛന്റെ പ്രായമായിരുന്നു അദ്ദേഹത്തിന്. ബഹുമാനത്തോടെ സംസാരിക്കാമെന്ന് കരുതി നിങ്ങൾ എനിക്ക് അച്ഛനെ പോലെയാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഞാൻ വയസ്സായ ആളാണെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു. അന്നും ഇന്നും തനിക്കുള്ള പ്രശ്നവും പ്ലസ് പോയിന്റും ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതാണെന്നും മോഹിനി വ്യക്തമാക്കി. എന്നെക്കുറിച്ച് റൂമറുകൾ വന്നത് 2-3 പേർക്കൊപ്പമാണ്. പ്രശാന്തിനൊപ്പം ചേർത്ത് ഗോസിപ്പ് വരുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. മലയാളത്തിൽ ദിലീപ് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഗോസിപ്പ് ഉണ്ടെന്ന് പറയുമായിരുന്നു. അതങ്ങനെ എന്റെ കാതിൽ മാത്രം എത്തുന്നു. എന്നോട് ആരും ചോദിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ പറയും. പക്ഷേ പ്രശാന്തിനെ കുറിച്ച് എന്നോട് ആളുകൾ ചോദിക്കും. ത്യാഗരാജൻ അങ്കിളിനും ആന്റിക്കും എന്നെ വളരെ ഇഷ്ടമായിരുന്നു. അവനെ ഒരു ക്ലാസ്മേറ്റിനെ പോലെയാണ് ഞാൻ കണ്ടത്. ഷൂട്ടിങ്ങിനിടെ കുട്ടികളായ ഞങ്ങൾ ഒരുമിച്ച് കളിക്കും. പ്രശാന്തിനൊപ്പം റൂമർ വന്നപ്പോൾ എനിക്ക് പേടിയില്ല. വിദേശ ഷോയ്ക്ക് പ്രശാന്തിനൊപ്പം പോയിട്ടുണ്ട്. അപ്പോൾ പ്രശാന്തിന്റെ അച്ഛനും അമ്മയ്ക്കും തന്നെ നല്ലപോലെ നോക്കി. ഇതെല്ലാം കൊണ്ടാണ് ഗോസിപ്പ് വന്നതെന്ന് കരുതുന്നു. എന്നാൽ ഞാനും പ്രശാന്തും വഴക്കിടാത്ത നാളുകളില്ല. ക്ലാസ്മേറ്റ്സിനെ പോലെയാണ്. അയ്യേ, പയ്യന് ഡയലോഗ് പറയാനാകുന്നില്ലെന്ന് ഞാൻ പറയും. ഈ പെണ്ണിന് ഈ ഡാൻസ് പറ്റില്ലെന്ന് പ്രശാന്തും പറയുമായിരുന്നു. മോഹിനി ഓർത്തു. മലയാള സിനിമകളിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ പ്രശാന്തുമായുള്ള സൗഹൃദം പോയെന്നും മോഹിനി വ്യക്തമാക്കി. ഭർത്താവിനും മക്കൾക്കുമൊപ്പം അമേരിക്കയിലാണ് മോഹിനി താമസിക്കുന്നത്. സിനിമകൾക്ക് പുറമെ ചില സീരിയലുകളിലും മോഹിനി അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ ഒരു നല്ല അവസരം വന്നാൽ അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ്. മക്കൾ 2 പേരും വളർന്നു. മലയാള സിനിമയെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. 13 വർഷത്തിന് ഇടയിൽ 2-3 മലയാള സിനിമ മാത്രമേ ഞാൻ കണ്ടു കാണുകയുള്ളൂ. കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. ഭർത്താവ് ഇരുന്ന് കാണുമ്പോഴും ഞാൻ എഴുന്നേറ്റ് പോകും. മലയാളം എനിക്ക് ക്ലോസ് ടു ഹാർട്ടാണ്. നല്ല വേഷം വന്നാൽ തീർച്ചയായും തിരിച്ചു വരുമെന്നും മോഹിനി പറഞ്ഞു. അതേസമയം കുറച്ചു നാളുകൾക്ക് മുൻപ് മോഹിനി മതം മാറിയതും ചർച്ചയായിരുന്നു. മതം മാറിയത് എന്റെ ജീവിതത്തിലെ മറ്റൊരു ഘട്ടമാണ്. ഉൾവിളി വന്നതാണ് എനിക്ക്. നമ്മൾ എല്ലാവരും ഒരാളെ പ്രണയിക്കുമ്പോൾ അയാളിൽ എന്തെങ്കിലും ഒന്ന് നമ്മളെ ആകർഷിക്കും. അതിൽ നമ്മൾ വിശ്വസിക്കും. ഇനി മറ്റൊന്ന് വേണ്ട എന്ന തോന്നൽ വരും. ആ ഘട്ടമാണ് നമ്മൾ അവരിലേക്ക് ചേരുന്നത്. അതുപോലെയാണ് ഈശോ എന്നെ വിളിച്ചതും. പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ മറ്റൊന്നും ഇനി എനിക്ക് വേണ്ട എന്ന അവസ്ഥയിലെത്തി. എന്റെ ജീവിതത്തിലെ ഏറ്റവും കടുത്ത ഒരു അവസ്ഥയായിരുന്നു അതെന്നും നടി പറഞ്ഞു.